ഹായ് ചിക്കനുകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ വെളിയൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോഴും നമ്മുടെ അശ്വൻ പൂമയെ കൊണ്ട് വന്നാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ പുറത്ത് വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ഞാൻ പാല് ചൂടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പാല് ചൂടാക്കാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്താ പറഞ്ഞാൽ നമുക്ക് ആകെ തീരെ വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം ഇന്നലെ തന്നെ എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം പിന്നെ നല്ല ജലദോഷവും തുമ്മലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ രാവിലെ എന്താ പറയുക എണീക്കുമ്പോൾ മെല്ലെയാണ് എണീറ്റിട്ടുണ്ടാകുക. രാത്രിയൊന്നും ഉറക്കമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മേല് കഴുകുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇന്നിങ്ങനെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാലെല്ലാം ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ക്യാരറ്റ്, അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ നമ്മുടെ വലിയുള്ളി കേട്ടോ. വലിയുള്ളി ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാലൊന്ന് തിളച്ചപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ ഉള്ളിയെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. എന്താ പറയുക, വലിയ കഷ്ണങ്ങൾ വേണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായി തന്നെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടെ നെടുകെ കീറിയിട്ട് ഒന്ന് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ്, അതുപോലെ എന്താ പറയുക നമ്മുടെ പട്ടാണി ഇതെല്ലാം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് പിന്നെ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യം ഗ്യാസ് ഓൺ ചെയ്തിട്ട് പിന്നെ ഒന്ന് കത്തിച്ചു കൊടുത്തു കേട്ടോ. നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കടല കേട്ടോ, നമ്മുടെ പച്ചക്കടലയായ കാരണം കേട്ടോ നമ്മളൊന്ന് വറുത്തെടുക്കുന്നത്. അത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണം വരുന്നവരെ നമ്മുടെ കടല ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത കടല ഞാൻ മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി വറുത്ത് വന്നതിന് ശേഷം ഞാനതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉണക്ക മുന്തിരി കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നട്ട്സും മുന്തിരിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉള്ള കാരണം അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ വറുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി തന്നെ വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് നമ്മൾ സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വന്നതിലേക്ക് നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ നന്നായി തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി തന്നെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വളരെ കുറവാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ സേമിയ പെട്ടെന്ന് തന്നെ വെള്ളത്തോട് അലിഞ്ഞ് ചേരും കേട്ടോ. അതുകൊണ്ട് വെള്ളം കുറവാണെന്ന് വിചാരിച്ച് പിന്നെയും കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ അവിടെ ചില സേമിയ വേവാണ്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സേമിയ ആകെ വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റിന് 1 ഗ്ലാസ് വെള്ളം പാകമാണ്. നമുക്കിനി ഒന്ന് ഇളക്കിയിട്ട് പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇടയ്ക്ക് സേമിയ ഇതുപോലെയൊക്കെ ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നന്നായി തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ നമ്മുടെ സേമിയ നന്നായി വെന്ത് വരും. അപ്പോൾ നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായി തന്നെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്ത്
ചേർത്ത് അതുപോലെ ഞാൻ കുറച്ച് നമ്മുടെ നിലക്കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സേമിയ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാനിതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ പറഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ സേമിയ ഉപ്മാവ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അടച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക പകുതി മതി കേട്ടോ. വലിയ തക്കാളി അല്ല, വലിയ വെള്ളരിക്ക ആകാരം ഞാൻ ചെറിയൊരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് എടുത്തിട്ടില്ല. അത് നമ്മൾ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം തൊഴിലോട് കൂടി തന്നെയാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കുക. ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ തക്കാളി, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ എന്താ പറയുക ഇതെല്ലാം ഒന്ന് ചെത്തി മാറ്റി കളഞ്ഞതിന് ശേഷം നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വിത്തെല്ലാം നമ്മളൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വിത്ത് വേണ്ട, വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കത് കളയണ്ടെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ അതുകൂടെ മാറ്റി വെച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ തക്കാളി അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കില്ല. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെല്ലവും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള നമ്മുടെ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു കുഞ്ഞു കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അത് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിത്തല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എരിവൊക്കെ കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നിലക്കടല, വറുത്ത നിലക്കടലയാണെങ്കിൽ നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വറക്കാണ്ട് തന്നെ ഇതെല്ലാം മിക്സിങ്ങും കൂടെ ചേർത്തിട്ട് എടുത്താൽ മതി കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സാലഡ്. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക കുറച്ച് ലെമൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ലെമണൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതൊന്നും ചേർത്തില്ല കേട്ടോ. അതുകൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാലഡ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഒരു പുളിപ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡിയായി. അപ്പോൾ നമ്മളതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കാപ്പി ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒഴിച്ച് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലേക്ക് കാപ്പി കൂടെ കുടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സാലഡ് റെഡിയായി, അതുപോലെ നമ്മുടെ ഉപ്മാവ് റെഡിയായി, അതുപോലെ നമ്മുടെ കാപ്പി റെഡിയായി കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ആറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നെസ്കഫേയുടെ കാപ്പിയാണ് കേട്ടോ, ബ്രൂ കാപ്പിയല്ല. അപ്പോൾ നമ്മൾ ഇനി ഒന്നത് സെർവ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്മാവ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സാലഡ് കേട്ടോ. ഇതൊക്കെ ഒരു ബൗൾ കഴിച്ചാൽ തന്നെ മതി. ഇപ്പോൾ ഉപ്മാവിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും കുഞ്ഞു ബൗളായ കാരണം നമ്മൾ ഉപ്മാവ്, അതുപോലെ സാലഡ്, പിന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാപ്പി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് രാവിലെ അല്ല ഇന്നലെ തുടങ്ങി കേട്ടോ വയ്യ. അപ്പോൾ പിന്നെ രാവിലെ എണീച്ച് കുളിക്കുകയൊന്നും ചെയ്യാത്ത കാരണമാണ് കേട്ടോ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഇന്ന് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതെല്ലാം കട്ടിങ്ങും എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോയി മേലെല്ലാം ഒന്ന് കഴുകി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ
വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഹായ് തരാൻ പറ്റാത്ത കാരണം കേട്ടോ ഇപ്പോൾ ഒരു ഹായ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറവുണ്ട്, പക്ഷെ എന്നാലും നമുക്കത് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിനി ഡോക്ടറെ അടുത്ത് പോകണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇവിടെയുള്ള മരുന്ന് കഴിച്ചിട്ട് നമുക്ക് കുറവില്ല, ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടാൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സാലഡിലെല്ലാം ചേർത്തു, പക്ഷേ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ ബൗളിലത് എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയപ്പോഴാണ് ഉപ്പുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കൂടെ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. പിന്നെ ഞാൻ വേഗം തന്നെ പിന്നെ അക്ഷയെ വിളിച്ചു. അങ്ങനെ അക്ഷയും അശ്വവും ഞാനും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. ഇന്ന് അവർക്ക് രണ്ടാൾക്കും സ്കൂളില്ല കേട്ടോ. അക്ഷയ്ക്ക് പൊതുവേ ഇന്ന് ഇപ്പോൾ പരീക്ഷയൊന്നുമില്ല, ലീവാണ്. അതുകൊണ്ട് നമ്മുടെ അശ്വിൻ്റെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനും ലീവാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് അവർക്ക് രണ്ടാൾക്കും പോകണ്ട. അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ കഞ്ഞി വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന. ഭയങ്കര തുമ്മലും ഇതൊക്കെ ആയ കാരണം വേറെ ഒന്നും നമുക്ക് അധികം ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പീരീഡായിട്ട് കുറേ ആയിട്ട് നമ്മൾ ഇടയിൽ വീഡിയോസ് ഇടാനേ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയെങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. അവരോട് എപ്പോഴും ഇങ്ങനെ ഇല്ല പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളോട് ഭക്ഷണം കഴിക്കാൻ കാണാണ്ടിരിക്കുന്നത്. ആൾ വരാൻ ഇത്തിരി വൈകും പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ആൾ വരുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് റെഡിയായി നിൽക്കണം കേട്ടോ, എന്താ പറയുക, ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഉപ്മാവും സാലഡും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.